കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം ചെയ്യുന്നവരുമായി ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ 9 ദിവസമായി മരുന്ന് വിതരണം നിലച്ച അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. ഡയാലിസിസ് രോഗികളെ വരെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് ഈ ഒരു കാര്യത്തിൽ മൗനം തുടരുന്നു, അനാസ്ഥ കാണിക്കുന്നു എന്നുള്ള വ്യാപക ആക്ഷേപവും പരാതിയും ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. പക്ഷേ 9 ദിവസമായി ഈ മരുന്ന് വിതരണം നിലച്ച് രോഗികൾ ദുരിതത്തിലായതിനു ശേഷമാണ് ഒരു ചർച്ചയ്ക്കെങ്കിലും നീങ്ങാൻ മെഡിക്കൽ കോളേജ് തയ്യാറായത് എന്നതും ഈ ഒരു വിഷയത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതിഷേധം വർദ്ധിപ്പിക്കുന്നു. എന്തായാലും സോണൽ കൃഷ്ണയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സോണൽ, ഈ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, വിവരങ്ങൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും അതുപോലെ തന്നെ മരുന്ന് വിതരണക്കാരും തമ്മിലാണ് ചർച്ച നടക്കുന്നത്. ഏകദേശം 1 മണിക്കൂറിലേറെയായി ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി പറയേണ്ടത്, ജനങ്ങളെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സമരവുമായി രംഗത്തുണ്ട്. BJP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ആവശ്യമുന്നയിച്ച് സൂപ്രണ്ടിനെ ഉൾപ്പെടെ കണ്ടതാണ്, ആരോഗ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ട് സംസാരിച്ചതാണ്. എന്നിരുന്നാൽ പോലും പ്രധാനമായി പറയുന്നത് ഒരു തരത്തിലുള്ള മരുന്നുകളും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ കുടിശ്ശികയായിട്ടുള്ള 75 കോടി രൂപ ലഭിക്കാത്തതിനെ തുടർന്നാണ് അത്തരത്തിൽ ഈ വിതരണക്കാർ തന്നെ മരുന്നും സർജിക്കൽ വസ്തുക്കളും നൽകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഏകദേശം 1 ആഴ്ച പിന്നിടുന്നു ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ട് എന്നുള്ളതും ദൗർഭാഗ്യമാണ്. കാരണം നിരവധിയായിട്ടുള്ള രോഗികൾ, ഇന്ന് നമ്മളോട് സംസാരിച്ച ഒരു രോഗി പറയുന്നത്, അദ്ദേഹം ഹൃദ്രോഗിയാണ്, തുടർച്ചയായിട്ട് പുറത്തുനിന്ന് 6000 7000 രൂപയ്ക്കാണ് മരുന്നുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഇനി മരുന്ന് വാങ്ങാനുള്ള യാതൊരു മാർഗവുമില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകളെ എങ്ങനെ പിഴിയാം എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ ഈ സർക്കാർ തന്നെ ഇത്തരം ചെയ്ത്തുകൾ കൊണ്ട് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. പ്രധാനമായും പറയേണ്ടത്, ഈ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന് തന്നെയാണ് ഈ രോഗികളടക്കം പ്രധാനമായി പറയുന്നത്. കാരണം ഇത്രയും സജ്ജീകരണങ്ങളുള്ള കേരളത്തിലെ തന്നെ മികച്ച ആശുപത്രിയായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാനത്തെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗികൾ ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന സാഹചര്യമുണ്ട്. അത്തരക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ പ്രധാനമായിട്ടും സാധാരണക്കാരാണ് വലയുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കൃത്യമായിട്ടൊരു തീരുമാനം എന്തെന്ന് നമുക്കറിയാൻ സാധിക്കുക. ചർച്ച കഴിഞ്ഞാൽ ഉടൻ ഈ മരുന്ന് വിതരണക്കാരും സൂപ്രണ്ടും ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബ്രീഫിംഗ് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സോണൽ, ഈ മലബാറിലെ ഏറ്റവും വലിയ ആതുരാലയ കേന്ദ്രം തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. നിർധനരായ രോഗികൾ ആ ഭാഗത്ത് ഏറ്റവും കൂടുതൽ എത്തുന്ന പ്രധാന സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന പ്രത്യേകത, ഏക സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന പ്രത്യേകത. എന്നാൽ ആവർത്തിച്ചുള്ള ഈ അവഗണന ഈ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ ശബ്ദം രോഗികൾ ഉയർത്തുന്നുണ്ട്. പക്ഷെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് എപ്രകാരമാണ് പ്രതികരണം? ജീവനക്കാരും നിസ്സഹായരാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അതാണ്. കാരണം ഈ നിലവിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒന്നും തന്നെ കൃത്യമായിട്ട് നടക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും പ്രധാനമായി പറയേണ്ടത്. കാരണം ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ മെഡിസിനോ ഇല്ലാതെ എങ്ങനെ ഇത്തരത്തിലുള്ള ചികിത്സ നടത്തും എന്നുള്ളൊരു ചോദ്യം കൂടി അധികൃതർ ഉൾപ്പെടെ ചോദിക്കുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയം ഗൗരവമായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. കാരണം നിരന്തരം സമരങ്ങൾ ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ കത്തുകൾ അയക്കുന്നു, നേരിൽ ചെന്ന് കാണുന്ന സ്ഥിതി ഉണ്ടാകുന്നു. എന്നിട്ട് പോലും കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ആക്ഷേപകരമായി തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. കാരണം രോഗികളാണ് വലയുന്നത്, സാധാരണക്കാരായിട്ടുള്ള രോഗികൾ. കാരണം അന്നാന്നത്തെ അന്നത്തിന് വേണ്ടി പണിയെടുത്ത് കുടുംബം നോക്കുന്ന ഈ ഇത്തരക്കാർ ഈ വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ഏറ്റവും വേദനാജനകമാണ് എന്നുള്ളതാണ്. കാരണം തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് മുൻപും ഉണ്ടായിരുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു പരാതി എന്ന് പറയുന്നത്, തുടർച്ചയായിട്ട് 5ഉം 7ഉം മരുന്നുകൾ എഴുതിയാൽ പോലും ഒരു മരുന്ന് മാത്രമേ മെഡിക്കൽ കോളേജിൽ നിന്ന് സൗജന്യമായി ലഭിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു മരുന്ന് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. വിതരണക്കാരെല്ലാം തന്നെ വലിയ
പ്രതിസന്ധിയിലാണ്. ഏകദേശം 75 കോടിയോളം രൂപ ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം കുടിശ്ശികയായിട്ട് ലഭിക്കേണ്ട തുകയാണ് ഇത് ലഭിക്കാതെ തങ്ങൾ ഇനി വിതരണം ചെയ്യില്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമായിട്ട് ഈ വിതരണക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നത് രോഗികളാണ്. ഇതിനുവേണ്ടി കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തണം, വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ്. കാരണം ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കാൻ കഴിയില്ല. കാരണം രോഗികളെല്ലാം തന്നെ വല്ലാണ്ട് വലയുന്ന ഒരു സ്ഥിതിയുണ്ട്. കേരളത്തിലെ തന്നെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഇത്തരത്തിൽ തകർക്കരുത് എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും സോണൽ വ്യക്തവുമാണ്. മരുന്ന് വിതരണക്കാരുമായി എന്തായാലും ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. പോസിറ്റീവ് പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും.